കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ച ഈ നാളുകളിൽ എല്ലാ ജീവിതങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അരുളിച്ചതുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് ജീവിതത്തെ മുഴുവൻ തീരെഴുതി കൊടുത്ത ഒരമ്മയുടെ ആലയത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവ ഇഷ്ടത്തിന് ജീവിതത്തെ സമർപ്പിക്കാതെ ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന അനേക ജീവിതങ്ങളിലേക്ക് ആത്മീയതയുടെ ഒരു പുതുപരിവേഷം ലഭിക്കുവാൻ ഈ വചന ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ശാന്തമാക്കാം. എഴുന്നേറ്റ് നിന്ന് ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താനായി കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകളൊന്ന് അടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കൃപയുടെ അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ആത്മാവിനാൽ എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ നിമിഷം അവിടുത്തെ വചനത്താൽ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞിരുന്നതായ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നിറയാൻ, വിശുദ്ധാത്മാക്കളിൽ നിറഞ്ഞ ദൈവിക വചനത്തിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് എൻ്റെ ഉള്ളിലെ നിരാശ, അസ്വസ്ഥ ചിന്തകൾ, എന്നിലെ അവിശ്വാസപ്പീഡ, എൻ്റെ ആത്മീയ മരവിപ്പ്, എന്നിലെ ആത്മീയ മന്ദത ഓരോന്നും ഇല്ലാതാകാൻ കർത്താവെ, ഒരുപാട് ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ പൂരിതമാക്കണമേ. രണ്ട് കരങ്ങളും എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തീക്ഷ്ണതയോടെ ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. കൃപയാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി, അഭിഷേകമായി ഇപ്പോൾ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്കും അവിടുന്ന് ആവസിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പ്രകാശത്താൽ പൂരിതമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ഓരോ മനസ്സുകളിലേക്കും വ്യാപരിക്കട്ടെ. ദൈവിക ചൈതന്യം എല്ലാ മനസ്സുകളിലേക്കും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ആത്മാവേ, പ്രകാശമായി, ശക്തിയായി, ജീവനായി, അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ. കൈകൾ താഴ്ത്തി എല്ലാവരും കരങ്ങൾ കൊട്ടി ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. ആത്മാവ് നിറയാൻ ആഗ്രഹിക്കുക. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കൃപാഗ്നിയായി, കൃപാഗ്നിയായി, കൃപാഗ്നിയായി നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. കൃപാഗ്നിയായി, കൃപാഗ്നിയായി നിറയണമേ, നിറയണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കരങ്ങൾ താഴ്ത്തിക്കൊട്ടി ആത്മാവിന്റെ അഭിഷേകം ജീവാഗ്നിയായ എല്ലാ മനസ്സുകളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ. ഹൃദയത്തിൽ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോ മനസ്സുകളെയും ഇപ്പോൾ സ്പർശിക്കണമേ. വചനം കേൾക്കുന്ന അനേക ഹൃദയങ്ങൾ ആത്മാവിൽ സ്പർശിക്കപ്പെട്ട് ഉണർവ് പ്രാപിക്കട്ടെ. എല്ലാ തരത്തിലുള്ള മന്ദതയും മരവിപ്പും യേശുവിന്റെ ആത്മാവിന്റെ അഗ്നിയാൽ ഇപ്പോൾ തന്നെ ജ്വലിക്കട്ടെ. ഏലീശായുടെ ആത്മാവേ, ഏലീശായുടെ ആത്മാവേ നിറയണമേ, അനേക മനസ്സുകളിലേക്ക് നിറയണമേ. ദൈവശക്തി നിറയട്ടെ. ആത്മാവേ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ,
നിറയണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ ആത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ മനസ്സുകളിലേക്കും ആത്മാവ് നിറയാനുള്ള ദാഹത്തോടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആത്മാവിന്റെ ശക്തി നമ്മളിൽ ഓരോരുത്തരിലും നിറയാൻ ഒരിക്കൽ കൂടെ ശക്തിയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നിറഞ്ഞ് ജ്വലിക്കണമേ. ഇപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങട്ടെ. വചനം ശ്രമിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഈ ലോകമോഹങ്ങളോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ മരവിപ്പ്, മന്ദതയും അസ്വസ്ഥതകളും ബന്ധനങ്ങളും എല്ലാം നീങ്ങട്ടെ. രോഗപീഠകൾ, നിരാശ ചിന്തകൾ, കടബാധ്യതകൾ, ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന എല്ലാ വികാര വിചാരങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ആരാധന 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 ആരാധന. അനേക മനസ്സുകളിലേക്ക് ദൈവശക്തി സ്പർശിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അവിടുന്ന് നിറഞ്ഞ് അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാനും വചനത്തിൽ ആഴപ്പെടാനും ഈ വചനത്തെ ഉൾക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ സ്പർശനത്താൽ പരിവർത്തനം വരുത്തുവാനും സഹായിക്കണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ കരുണ തോന്നി നിറയണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ സ്പർശിക്കണമേ. നിറയണമേ എൻ്റെ ജീവിതത്തിന് അസ്വസ്ഥതകളിലേക്ക്, നിരാശകളിലേക്ക്, രോഗപീഠകളിലേക്ക്, എന്നെ അലട്ടുന്ന ഒരുപാട് പല വിചാര പീഠകളിലേക്ക് ആത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അരുളിച്ചതുകൊണ്ട് ജീവിതം മുഴുവനും ദൈവേഷ്ടത്തിന് സമർപ്പിച്ച ഈ അമ്മയുടെ ആലയത്തിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ ആത്മീയതയുടെ തലത്തിൽ വളരെ വ്യതിരിക്തമായ ഒരു അധപ്പതനം സംഭവിക്കുന്നുണ്ട്. അത് പണ്ട് പത്രോസ് ചോദിച്ചൊരു ചോദ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുക. പത്രോസ് ചോദിക്കുകയാണ്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഇത് ഈ നാളുകളിൽ ഒരുപാട് മക്കളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ്. സങ്കടം എന്ന് പറയട്ടെ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അവിടുന്ന് തെരഞ്ഞെടുത്ത പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിൽ നിന്ന് പോലും ഈ നാളുകളിൽ ഉയരുന്ന ഈ ചോദ്യം സങ്കടപ്പെടുത്തുന്നതാണ്. ഞങ്ങൾക്ക് എന്നാ കിട്ടുക? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറയുന്ന ചില നിലവിളികൾ സങ്കടം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയതയിൽ എവിടെയൊക്കെയോ ഒരു ചോദ്യം ഇങ്ങനെ ഉയരുക, എന്നാ കിട്ടുമായിരിക്കും? സങ്കടപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷകൾ നടത്തപ്പെടുന്ന ഇടങ്ങളിൽ പോലും ഒരു ലാഭചിന്തയുടെ മനോഭാവങ്ങൾ അറിയാതെ ഇങ്ങനെ വളർന്നു വരിക. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു വല്ലാത്ത സ്വാധീനങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകാം എന്നെനിക്ക് തോന്നുക. വേണ്ടത്ര ലഭിച്ചില്ലെന്നതിൻ്റെ പേരിൽ പിരിഞ്ഞു പോകുന്ന ശുശ്രൂഷകർ മുതൽ കിടക്കുക ഇങ്ങനെ ഒരുപാട് പേര്. പ്രിയപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെ എവിടെയൊക്കെയോ ജീവിതത്തിൽ അങ്ങനെ എന്താ കിട്ടുക എന്നിങ്ങനെ ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതായിട്ട് കാണുക. പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ നമ്മൾ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരുപാട് വർദ്ധിച്ചു വരിക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാമോദീസ ജലം തലേ വീണിട്ട് ഏതാനും നാളുകൾ മാത്രമായ വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ സെബസ്ത്യാനോസ് ഉൾപ്പെടെ നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ എന്താ കിട്ടുക എന്ന് ചിന്തിക്കാത്തവനാണ്. ദേക്കുലേഷ്യൻ ചക്രവർത്തിയുടെ കണ്ണിലുണ്ണിയായ സർവ്വസൈന്യാധിപന് എന്തിൻ്റെ കുറവുള്ളത്? വാഗ്ദാനം കൊടുത്ത് എന്തൊക്കെയാ?
രാജ്യത്തിൻ്റെ പകുതി രാജകുമാരി. ഇതൊക്കെ സെബസ്ത്യാനോസിന് കിട്ടിയൊരു വാഗ്ദാനമാണെന്ന് ഓർക്കണം. ഇതൊക്കെ വിട്ട അങ്ങേര് ഇങ്ങനെ കൈയും വിരിച്ച് നിന്നു കൊടുക്കുക, എത്ര അമ്പ് വേണമല്ലോ എറിഞ്ഞു. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എനിക്കില്ല. പ്രിയപ്പെട്ട വിശുദ്ധാത്മാക്കളെ നമ്മൾ ഓർക്കണമെന്ന്, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയായിരുന്നെങ്കിൽ പിന്തിരിഞ്ഞു പോയേനെ, ഇല്ലേ? ശരിയാണോ? നോക്കുക, ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാത്ത വ്യക്തികളാണ് ഇവരൊക്കെ. അൽഫോൻസാമ എന്നാ ചിന്തിച്ച്? ഈ നാളുകളിൽ വിശുദ്ധ അൽഫോൻസാമയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. സഹനത്തിൻ്റെ പുത്രി ജീവിതത്തിൽ ചിന്തിച്ചെന്താ? യോഹന്നാൻ സുവിശേഷകൻ 12:24 വചനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്ന നെഞ്ചിൽ ഏറ്റുവാങ്ങി, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പറയും. അതുകൊണ്ട് ഞാൻ അഴുകപ്പെടുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുന്നതെന്ന് ചിന്തിക്കാൻ മാത്രം ഒരു പ്രകാശത്തെ ഉള്ളിൽ ആവാഹിച്ചപ്പോൾ ആ പ്രകാശം അനേകരിലേക്ക് പുറപ്പെട്ടു. അതുകൊണ്ടല്ലേ അനങ്ങാൻ മേലാതെ കിടക്കുന്ന ഒരു ശരീരം കൊണ്ട് കഠിനമായ വേദന പോലും അനുഭവിച്ചുകൊണ്ട് ഒരു തിരി കത്തിച്ച് ആ തിരി പുറത്തൂടെ പോകുന്ന സഹോദരിമാർ അവിടെ നിന്ന് തട്ടി വീഴാതിരിക്കാൻ, അവർക്കൊരു വെളിച്ചം കാണാൻ ആ മുറിയിലെ ജനാലകളിലൂടെ വേദന സഹിച്ച് പുറത്തേക്ക് നീട്ടിപ്പിടിച്ച ഒരു അൽഫോൻസാമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധാത്മാക്കളിലേക്ക് ജീവിതത്തെ പഴംപുരാണ കഥകൾ എന്ന് പറഞ്ഞ് നമുക്ക് പരിഹസിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ പഴഞ്ചൻ ആത്മീയത എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്താൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിൻ്റെയൊക്കെ മേലെ പണിതുയർത്തത് മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. സ്നേഹമുള്ളവർ, ചിന്തിക്കേണ്ട കാര്യം ഇതാ. ഞാൻ പറഞ്ഞു വെച്ചത്, ഈ നാളുകളിൽ എവിടെയൊക്കെയോ നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ പരിവേഷം നഷ്ടപ്പെട്ടു പോവാണ്. വചനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നവരും, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി വരുന്നവരും, അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി വരുന്നവരൊക്കെ കുറവായിപ്പോയി. ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യം നഷ്ടപ്പെട്ട എവിടെയൊക്കെയോ ജോലി വേണം, പിന്നെ പിള്ളേർ പഠിക്കണം, പിന്നെ വലിയ സമ്പത്ത് വേണം, സ്ഥാനമാനങ്ങൾ വേണം, പിന്നെ ആ വിദേശത്തേക്കൊന്ന് പോകാൻ പറ്റണം, പിന്നെ ഈ വേദനകളൊക്കെ ഒന്ന് മാറണം. ഇങ്ങനെ സങ്കടങ്ങളൊക്കെ ഒന്ന് ഒഴിവായിട്ട് അഭിവൃദ്ധി ഒന്നിനൊന്നിനും ഉണ്ടായിക്കൊള്ളണം എന്ന് ചിന്തിക്കുന്ന രീതി കർത്താവിനെ സമീപിക്കുന്ന ഒരു മനോഭാവം, ലാഭേച്ഛയുടെ ഒരു ചിന്ത എവിടെയൊക്കെ നമ്മൾക്ക് കടന്നുകൂടുക. സഹവൈദികരിൽ ഒരാൾ പങ്കുവച്ചൊരു കാര്യം മനസ്സിലോർക്കുക. ഒരു വീട്ടിൽ ചെന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ കുടുംബനാഥൻ. സർക്കാർ ഉദ്യോഗമൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതയുണ്ട്. ഇത്രയും കാലം ജോലിയൊക്കെ ഉണ്ടായിട്ട് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുക, അച്ഛാ, മക്കളുടെ പഠനവും കുടുംബത്തിൻ്റെ ചെലവും പിന്നെ ഈ നാളുകളിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ, ഇതെല്ലാം കൂടെ ആയപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ മനുഷ്യൻ്റെ ഭാര്യ ഇങ്ങേർക്ക് മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ നീ ഗതിയൊന്നും ആകിയല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരല്പം മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിയായിരുന്നെങ്കിൽ ഈ ചെറുക്കനെ ഇപ്പോൾ ഒരല്പം പൈസ കൊടുത്താണെങ്കിൽ നല്ലൊരു സ്ഥലത്ത് പഠിപ്പിക്കാൻ വിടായിരുന്നു. കെട്ടുപ്രായമായി നിൽക്കുന്ന പെണ്ണിന് കുറേ കൂടെ ഒന്ന് കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ വിടായിരുന്നു. ഇപ്പം എന്നാ ഉണ്ട്? ഈ പുണ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? പ്രിയപ്പെട്ട ചിന്തിക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? ഈ പുണ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? എന്നാ ഉണ്ട്? ഞാൻ സങ്കടത്തോടെ ഓർക്കുക പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ ഒരു മതാധ്യാപികയുടെ മോള് തന്നെ പറയാ, മമ്മി പറഞ്ഞു നിന്നെക്കൊണ്ട് എന്നാത്തിന് കൊള്ളാം, ബാക്കി പിള്ളേരൊക്കെ കോപ്പി അടിച്ച് മാർക്ക് കിട്ടുന്നുണ്ട്, നിന്നെക്കൊണ്ട് അതിനും കൊള്ളത്തില്ല, പിന്നെ എന്നാത്തിന് കൊള്ളും. ഓർക്കണം പ്രിയപ്പെട്ട, കേൾക്കുമ്പോൾ ചങ്കിനകത്ത് വേദനയാണ്. കാരണം എന്താ? പറഞ്ഞു കൊടുക്കുന്ന ആരാ? ഈ വിശ്വാസ പരിശീലനം നടത്തുന്നവരെന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, കോപ്പി അടിച്ചെങ്ങാനും നിനക്ക് കുറച്ച് മാർക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം എന്നാ ഉണ്ടായിരുന്നു, ഇപ്പം എന്നിട്ട് എന്നാ കിട്ടിയേ? ഇതാ ഞാൻ പറഞ്ഞത്, മൂല്യങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു വശത്ത് അതപ്പതിക്കുക, പിന്നെ വെറുതെ കുറേ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മാത്രം നമ്മുടെ ജീവിതങ്ങൾ അവശേഷിക്കുമ്പോൾ യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന്, യഥാർത്ഥ കൃപയിൽ നിന്ന്, യഥാർത്ഥ ക്രിസ്തു ലക്ഷ്യത്തിൽ നിന്ന് എവിടെയൊക്കെയോ മാറിപ്പോ എന്ന് പത്തുറച്ച് കണക്ക് നമ്മൾ ചോദിക്കുക, എന്നാ കിട്ടാനുണ്ട്? ഇത്രയും നാൾ ഞാൻ സഭയിൽ ശുശ്രൂഷ ചെയ്തു, എന്നിട്ട് എന്നാ കിട്ടിയേ? ഇത് ഭൗതികതയിലും ആത്മീയതയിലും ചോദ്യമുണ്ട് കേട്ടോ. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം. ആത്മീയതയിലും ഭൗതികതയിലും ഈ ചോദ്യമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കാലം ഇടവകയിലൊക്കെ പ്രവർത്തിച്ചു, ഞാൻ ഇത്രയും കാലം സഭയൊക്കെ സേവിച്ചു, എന്നിട്ട് എന്നാ ഇപ്പോൾ പിള്ളേരുടെ കാര്യം വന്നപ്പോൾ ഒന്നുമില്ല, കർത്താവ് ഇടപെടുന്നില്ല, സഭയില്ല.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചത് എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ആത്മീയതയായിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ, എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള നേട്ടങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ അധപ്പതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളുടെ രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ ആ ജീവിതങ്ങളുടെ വ്യത്യസ്തത, ആത്മാവിൽ നിറഞ്ഞ ആ ജീവിതങ്ങളുടെ വ്യതിരക്തത നമ്മൾ ഓർക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 6-7 വചനത്തിൽ ഇപ്രകാരമാണ് പറയുക: എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ശ്രദ്ധിച്ചോണം, ഒരുപാട് ലാഭം എനിക്കുണ്ട്. ആ ലാഭമൊക്കെ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് കണക്കാക്കാൻ മാത്രം വളരുന്ന പൗലോസ്ലീഹ. എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. വീണ്ടും പറയാണ്, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ക്രിസ്തുവിനെ നേടി അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി ലാഭമായിരുന്ന സകലതും നഷ്ടമായി കണക്കാക്കിയ വിശുദ്ധ പൗലോസിൻ്റെ തീക്ഷ്ണത നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സൗൾ ആരായിരുന്നു? ഒരുപാട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവനാ. എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകാം, എന്തൊക്കെ ഉയർച്ച ഉണ്ടാകാം, ഒന്നും നേടുന്നില്ല. മറിച്ച് ക്രിസ്തുവിനെ പ്രതി ലാഭമായിരുന്ന ഇതൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായി. ആര് നഷ്ടപ്പെടുത്താനായിട്ട് മനസ്സാകുന്നോ അവരുടെ ജീവിതങ്ങളിലേക്ക് വെച്ചു നീട്ടപ്പെടുക. മനസ്സിൽ തന്നെ വേദനയോടെ ഓർക്കുന്ന മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇങ്ങനെ മുളപൊട്ടി വളരുന്ന ഒന്നാണ് കേട്ടോ. കുടുംബത്തിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ലാഭേച്ഛയുടെ ചിന്ത ഇങ്ങനെ മനസ്സ് വരിക. പ്രിയപ്പെട്ടവർ, ലാഭചിന്ത എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ വെറുപ്പോടെ കാണേണ്ട ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം ഇങ്ങനെ എന്താണ് നേട്ടമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിലയിരുത്തപ്പെടുന്നതോടത്തോളം അധപ്പതിച്ചു പോകുന്നില്ലേ എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവർ. എന്ത് നേട്ടം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം മക്കളെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ച് അവരുടെ പഠന മേഖലകളെ, ജോലി മേഖലകളെ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന മാതാപിതാക്കൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവളെ കെട്ടിയ, ഇവളെ പിടിച്ച എന്നാ കിട്ടുമെന്ന് ചിന്തിച്ച് ഈ കാലഘട്ടത്തിൽ പ്രേമിച്ചും പ്രേമിക്കാതെയൊക്കെ വിവാഹത്തിൽ ഏർപ്പെടുന്ന ബന്ധങ്ങളുടെ അധപ്പതന സങ്കടത്തോടെ നോക്കിക്കാണുക കേട്ടോ. കാരണം ഈ പെങ്കൊച്ചുങ്ങളൊക്കെ സങ്കടത്തോടെ പറയാ, അച്ഛാ അങ്ങേർക്ക് ആ വീട്ടുകാർക്ക് എൻ്റെ പൈസ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ കാണുകയാണ് കേട്ടോ, സങ്കടത്തോടെ കേൾക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. പണം മാത്രം മതിയെന്നാ. എവിടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? എവിടെ കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അധപ്പതിക്കുന്നില്ലേ ഇന്ന് നമ്മളാ? എന്തിനാ? സുഹൃത്തുക്കൾ പോലെ അങ്ങനെ എന്നാ കിട്ടും, ഒന്നും കിട്ടുന്നില്ല, പിന്നെ വേണ്ട, തീർന്നു, കിട്ടുന്നിടത്തോളം കാലം മതി ഈ സൗഹൃദ ബന്ധം എന്നൊക്കെ ചിന്തിക്കുന്നതാ. സങ്കടത്തോടെ പറയട്ടെ, പ്രണയങ്ങൾ പോലും ഈ വിധത്തിലേക്ക് ഇന്ന് തരം താന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ ചില കൗതുകങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം പ്രണയം ഇന്ന് അധപ്പതിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ണീര് ഒരുപാട് ഈ മണ്ണി വീണോണ്ടിരിക്കുക കേട്ടോ. കണ്ണീർ ഒരുപാട് ഈ മണ്ണി വീണോണ്ടിരിക്കുകയാണ്. ചിന്തിച്ചോണം, തിരിച്ചറിഞ്ഞോണം സ്നേഹമുള്ളവരെ. എവിടെയൊക്കെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്നേഹം, പരിശുദ്ധിയുള്ള സ്നേഹം, പരിശുദ്ധിയുടെ പ്രണയം, അത് ഇന്ന് വിലകെട്ടു പോവുക. ചുംബനങ്ങളിൽ പോലും സ്നേഹത്തിൻ്റെ ചുംബനങ്ങളില്ലാതെ യൂദാസിൻ്റെ ചുംബനം കണക്കെ ഒറ്റിക്കൊടുക്കുന്ന ചുംബനങ്ങളായിട്ട്, ലാഭേച്ഛയുടെ ചുംബനങ്ങളായിട്ട്, 30 വെള്ളിക്കാശിന് വിലയിടുന്ന ചുംബനങ്ങളായിട്ട് ഇന്ന് അധപ്പതിക്കുമ്പോൾ, സ്നേഹങ്ങളും പ്രണയങ്ങളും അധപ്പതിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ അധപ്പതിക്കുമ്പോൾ, സമൂഹ ബന്ധങ്ങൾ അധപ്പതിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും ലാഭേച്ഛയുടെ കണ്ണോടുകൂടെ സമയത്തിൻ്റെ അമിത നിഷ്ഠ പുലർത്തിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ, ആത്മീയതയിലും ശുശ്രൂഷ മേഖലകളിലുമൊക്കെ ലാഭേച്ഛകൾ ഇന്ന് ദൈവത്തെക്കാൾ ഉപരി സ്ഥാനം പിടിക്കുമ്പോൾ ദൈവം തരംതാന്ന് പോയിട്ട് ഉയർന്നു വരുന്നത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ നേട്ടങ്ങളുടെ, ലാഭങ്ങളുടെ ചിന്താഗതികളാണ്. ഇത് മനുഷ്യ ജീവിതത്തെ ആകപ്പാടെ നശിപ്പിച്ചുള്ള ആത്മീയ മേഖലകൾ മാത്രമല്ല കേട്ടോ, മറിച്ച് ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവണതയായിട്ട് ഈ ലാഭചിന്ത ഇന്ന് അധപ്പതിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് വേണം. നമ്മൾ ഓരോരുത്തരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത്? എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന ചിന്താഗതികളാണോ എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന് പിന്നിൽ നിലനിൽക്കുന്നത്? അതോ വിശുദ്ധാത്മാക്കളെ, രക്തസാക്ഷികളെ പോലെ എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും, എനിക്കെൻ്റെ ക്രിസ്തുവിന് എന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ജീവിതത്തെ ഞാൻ ക്രിസ്തുവിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ എടുത്തുപയോഗിക്കും. അവിടാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കപ്പെടുക. എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് സിംഹാസനങ്ങൾ ഉപവിഷ്ടരാകും. അവനോട് കൂടെ ആയിരിക്കുന്ന നിത്യജീവൻ ഞാൻ കരഗതമാക്കുക. ഈ ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ലാഭേച്ഛ ചിന്തകളെ വിട്ട് അവനെ സ്വന്തമാക്കുന്നിടത്താണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന അഭിഷേകത്തിലേക്ക് ഉണരുക. ഞാൻ ഈ ലാഭേച്ഛയുടെ ചിന്തകൾ വിട്ട് എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോഴും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി സകലതും നഷ്ടമാകുന്നിടത്തുമാണ്. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ബലഹീനമായ എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ശക്തി അയക്കണമേ, ചൈതന്യം അയക്കണമേ എന്ന് ദിവ്യകാരുണ്യ സന്നിധിയെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ജ്വലിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവെ, ഏറെ സ്നേഹത്തോടെ അങ്ങയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതം മുഴുവനും ആയിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഈ ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരം ഞങ്ങളുടെ ജീവിതത്തെ വശീകരിക്കുമ്പോൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് എന്ത് ലഭിക്കും, ഒരു ഭൗതിക നേട്ടത്തെക്കുറിച്ചുള്ള ചിന്തയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുന്ന ഒരു പ്രവണത ഞങ്ങൾക്കുണ്ട്. കർത്താവ്, ഈ നിമിഷം ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഓ യേശുവേ, അങ്ങയുടെ പരിശുദ്ധിയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിലേക്ക് സ്നേഹമായി, ശക്തിയായി, അഭിഷേകമായി അവിടുന്ന് കടന്നു വരണമേ. ഓ ദൈവമേ, നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ പ്രകാശിതരാക്കണമേ. കർത്താവെ, സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ ഞങ്ങളുടെ പരിശുദ്ധിയുടെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് തീക്ഷ്ണതയോടും ശക്തിയോടും കൂടെ കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹരളിയ 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 ഹരളിയ. യേശുവേ, ആരാധന 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 ആരാധന. ദൈവമേ, മഹത്വപ്പെടുന്നു മഹത്വപ്പെടുന്നു മഹത്വപ്പെടുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കും. സ്തുതിമഹത്വം 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 സ്തുതിമഹത്വം. ആരാധന 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 ആരാധന. ഹരളിയ 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 ഹരളിയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരാധന ആരാധിക്കുന്നു. ആരാധന ആരാധന ഇന്നും എന്നേക്കും ആരാധന. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ആരാധിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അങ്ങയുടെ ശക്തി ഇപ്പോൾ നിറയട്ടെ. കർത്താവെ, ഈ ലോകത്തിൽ അങ്ങയോടൊത്തുള്ള നിത്യജീവനേക്കാൾ ഞങ്ങൾ വിലമതിക്കുന്ന ഒന്നും ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയേക്കാൾ ഉപരി ഒന്നിനെ സ്നേഹിക്കാതിരിക്കാൻ, അങ്ങയേക്കാൾ ഉപരി മറ്റാരെയും സ്നേഹിക്കാതിരിക്കാൻ. ഓ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം ഇവയ്ക്ക് പിന്നാലെ പരക്കം പായുന്നൊരു മനസ്സായിട്ട് മാറാതെ ഒരു ഉപഭോഗ ചിന്തയോടെ കർത്താവിൽ നിന്ന് കിട്ടണം എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വെടിഞ്ഞ്, ഈശോ, എൻ്റെ ജീവിതത്തെ എപ്രകാരം അങ്ങേക്ക് നൽകിക്കൊണ്ട് ഒരനുഗ്രഹമായി മാറാൻ സാധിക്കും, പരിശുദ്ധമ്മയെ പോലെ അനുഗ്രഹീതയായി മാറുവാൻ
ഈ നിമിഷങ്ങളിൽ ഒരുപാട് കൊതിയോടെ പ്രാർത്ഥിക്കുക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വന്ന, എന്നിലേക്ക് സൗഖ്യമായി, എന്നിലേക്ക് ശക്തിയായി, എന്നിലേക്ക് അഭിഷേകമായി അവിടുന്ന് രൂപാന്തരപ്പെടുന്നവേ. ഈശോ, എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ അങ്ങ് എഴുന്നള്ളി വരണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. വേറെയും നീനെയും ഈശോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ, അങ്ങേക്കാൾ വേറെയും നീനെയും ഈശോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ കർത്താവേ, വേറെയും കർത്താവേ, നീനെയും വേറൊന്നിനെയും മറ്റാരെയും അങ്ങേക്കാളുപരി സ്നേഹിക്കാതിരിക്കാൻ അങ്ങേ എൻ്റെ ജീവിതത്തിലെ പരമപ്രധാന സ്ഥാനത്ത് സ്നേഹിക്കാൻ ബുദ്ധി തരണമേ. ആരാധന ആരാധന എല്ലാവരും ഹൃദയം കൊണ്ട് ആരാധിക്കട്ടെ, ആത്മാവിൽ ഉണർന്ന് ആരാധിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ഈശോ ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്നവൻ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന കൃപയുടെ ഒരു നിമിഷമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തെ ഒരുമിച്ച് ഉറക്കെ വിളിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന കൃപയുടെ നിമിഷമാണ്. എല്ലാവരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക, എല്ലാവരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് ശക്തിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ അത്ഭുത രക്തത്തിന്റെ ശക്തിയും വിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും സൗഖ്യമായി, രക്ഷയായി, അഭിഷേകമായി വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, അങ്ങിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അങ്ങേക്ക് നൽകാൻ ഉതകുന്ന ഒരു അഭിഷേകം ഇപ്പോൾ അനേക വ്യക്തികളിലേക്ക് ശക്തമായി വ്യാപരിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.